ഹലോ, നിന്റെ ഈ കപ്പിൽ നിന്ന് ഞാൻ കുറച്ച് കുടിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അധരങ്ങളിലേക്ക് ഒരു മഹാസമുദ്രം നീ നിറച്ചു. പിന്നെ ഞാൻ തീരം കണ്ടില്ല. ദാഹം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. സുന്ദരമല്ലേ ഈ വരികൾ? വായനയ്ക്കിടയിൽ എപ്പോഴോ കണ്ണുകളിലുടക്കി ഹൃദയത്തിൽ പതിഞ്ഞ വരികളാണവ. ഒരാൾ മറ്റൊരാളോട് കുടിക്കാനായി കുറച്ച് ചോദിക്കുമ്പോൾ അയാളുടെ ഔദാര്യവും നന്മയും കരകവിഞ്ഞ് ഹൃദയത്തെയും മനസ്സിനെയും നിറയ്ക്കുന്ന അനുഭവം. ദാഹിച്ച മനുഷ്യന്റെ അധരങ്ങളിലേക്ക് സമുദ്രത്തിന്റെ സമൃദ്ധി പ്രദാനം ചെയ്ത ഒരു സുഹൃത്ത്. പിന്നെ തീരം കാണുന്നില്ല, ദാഹം എന്താണ് എന്ന് അയാൾ അറിയുന്നില്ല. വേദഗ്രന്ഥമൊഴികളുണ്ട് കേട്ടോ, സങ്കീർത്തനങ്ങളിലാണ്. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. മനുഷ്യന്റെ മനസ്സെപ്പോഴും അങ്ങനെയാണ്. നിരന്തരമായ ആഗ്രഹങ്ങളുടെ ദാഹം പേറുന്ന ഹൃദയവുമായാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെട്ടതായി നമുക്കറിവില്ല. ഒരു പക്ഷേ ആഗ്രഹങ്ങൾ നേടാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം സഹോദരനെയോ ചുറ്റുപാടുകളെയോ ദൈവത്തെയോ പോലും കാണാനുള്ള കണ്ണിൻ്റെ കാഴ്ചശക്തിയും ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഇല്ലാതെ പോകുന്നവരാണ് നമ്മിൽ ഏറിയ പങ്കും. പക്ഷെ നാം തിരിച്ചറിയേണ്ടുന്ന ഒന്ന്, നമ്മെ സൃഷ്ടിച്ചുവെന്ന് നാം വിശ്വസിക്കുന്ന സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കും നമ്മുടെ ദാഹത്തെ പൂർണ്ണമായും ശമിപ്പിക്കാൻ സാധിക്കില്ല. ഏറെ പ്രത്യേകിച്ച് ലൗകിക സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും പിന്നാലെയുള്ള പരക്കം പാച്ചിലുകൾ ഒരിക്കലും നമുക്ക് പൂർണ്ണമായ സംതൃപ്തി സമ്മാനിക്കുന്നില്ല. എന്തെല്ലാം ദാഹങ്ങൾക്ക് അടിമപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ സ്ഫോടനാത്മകമായ എല്ലാ സന്തോഷങ്ങളും നമ്മിൽ അവശേഷിപ്പിക്കുന്നത് ഒരുതരം നിരാശയാണ്. ആത്മസംതൃപ്തി എന്ന ഒരനുഭവത്തിലേക്ക് നമ്മളിൽ ഏറിയ പങ്കും ഉയർത്തപ്പെടുന്നില്ല. ഓരോ ആഗ്രഹങ്ങളായി നേടിയെടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആർത്തി, നമ്മുടെ ഉള്ളിലുള്ള കൂടുതൽ നേടാനുള്ള ആഗ്രഹത്തിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആത്യന്തികമായി നൽകുന്ന സന്തോഷം എന്താണ്? നമ്മുടെ ഹൃദയത്തെ സ്വസ്ഥമായും സമാധാനമായും സ്ഥിരതയാർന്നും രൂപപ്പെടുത്താനുള്ള കഴിവാണ്. ഏത് ജാതിയിലോ മതത്തിലോ മനുഷ്യരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ആ സമാധാനം നമ്മൾ എവിടെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സെൽഫ് കണ്ടന്റ്മെന്റ്, സംതൃപ്തി എന്നത് ആധുനിക മനുഷ്യന് അന്യം നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി പരിണമിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്താനുള്ളവരാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ലൗകികമായ സന്തോഷങ്ങളുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിലുകൾക്ക് ഒടുവിലെങ്കിലും സൃഷ്ടാവ്, ദൈവം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മിൽ നിറയ്ക്കുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. നീ വിശ്വസിക്കുന്ന നന്മയിൽ, ദൈവത്തിൽ ഹൃദയമർപ്പിച്ച് നീ പ്രാർത്ഥിക്കണം. കാരണം മനുഷ്യൻ ശരീരത്താൽ മാത്രം സൃഷ്ടിക്കപ്പെട്ടതല്ല. ദൈവം നമ്മിൽ നിക്ഷേപിച്ചുവെന്ന് കരുതുന്ന ഒരാത്മാവുണ്ട്. ആത്മാവ് എപ്പോഴും സൃഷ്ടാവിനെ തേടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൗഹൃദങ്ങൾക്കോ നമ്മുടെ സമ്പാദ്യങ്ങൾക്കോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾക്കോ നമ്മുടെ നേട്ടങ്ങൾക്കോ ഒന്നും നൽകാൻ സാധിക്കാത്തൊരു സന്തോഷം, അത് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രം തരാൻ സാധിക്കുന്ന ഒന്നാണ്. എല്ലാ ദാഹങ്ങളും ശമിപ്പിക്കുന്നിടം ആ സൃഷ്ടാവിൻ്റെ ഇരിപ്പിടമാണ്. I said, let me sip from your cup, but you poured the ocean into my mouth. Now I cannot find the shore. Now I cannot remember thirst. ഒരു പൂവ് ചോദിക്കുമ്പോൾ പൂക്കാലം സമ്മാനിക്കുന്ന ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ഒരു തുള്ളി ജലത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഒരു മഴ പെയ്ത്ത് തരുന്ന ദൈവം. നിന്റെ കപ്പിൽ നിന്ന് ഞാനൊന്ന് കുടിച്ചോട്ടെ എന്ന് ചോദിച്ചതുപോലെ ആ ചോദ്യത്തിന് മറുപടിയായി അധരങ്ങളിലേക്കൊരു മഹാസമുദ്രത്തെ നിക്ഷേപിക്കുന്നത് പോലെ നിന്റെ കണ്ണിന്റെ കാഴ്ചകളിൽ നിന്ന് തീരത്തെ മറയ്ക്കാനും നിന്റെ ദാഹം മാറ്റാനും നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും. പിന്നെ എൻ്റെ പ്രാർത്ഥനയും.